വെരി ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാനിപ്പം ഹുബ്ലിയിലാണുള്ളത്. രാവിലെ ഏറ്റു. ഇന്നലെ രാത്രി കിടന്നപ്പോൾ കുറച്ചധികം താമസിച്ചു പോയി. അപ്പം ഇന്നെനിക്ക് ഇവിടെ വൈകിട്ട് വരെ സ്റ്റേ ഉണ്ട്. ഇവിടെ 24 hours സ്റ്റേ ഒക്കെ. മേ ബി ലൈക്ക് ഞാനൊരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഹംപി പോകാനുള്ള പ്ലാനാണ്. ഇവിടുന്ന് ഒരു 3 hours റൈഡേ ഉള്ളൂ. നമുക്ക് ഈ പോരുന്ന വഴിക്കൊക്കെയുള്ള നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കാരണം എല്ലായിടത്തും നല്ല ബെറ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഞാൻ ഇതാണെങ്കിൽ ഒരു 2-3 hours ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയൊരു 20 minutes കാണിക്കുന്നത്. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ലഗേജസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് വെച്ചതിനൊരു ചെറിയൊരു ടൈറ്റ്നെസ് കുറവുണ്ട്. എന്നാലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇന്നലെ ഞാൻ എല്ലാം ഒന്നേന്ന് ഊരി ഇന്ന് രാവിലെ പിന്നെ ഒന്നുകൂടെ ഒന്ന് കെട്ടി. നമ്മൾ ഹോട്ടലിൽ നിന്നൊരു 3 മണിയായപ്പോൾ ചെക്കൗട്ട് ആയതാണ്. ഇപ്പോൾ സമയം 3:45 ആയിട്ടുണ്ട്. വി ആർ ഹെഡിങ് ടു ഹംപി. നമ്മൾ അക്കോമഡേഷനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ റൈഡ് ഗൈസ്. ഇപ്പോൾ ഈ ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിലേക്ക് കയറി. അതിനുശേഷം ഇപ്പം നാഷണൽ ഹൈവേ 67 കയറുകയാണ്. ആൻഡ് സ്റ്റണ്ണിങ് വ്യൂ ഗൈസ്. അപ്പം ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. വലിയ കുഴപ്പമില്ലാത്ത റൈഡാണ് സോ ഫാർ. എവറിത്തിങ് ഇറ്റ്സ് ഗോയിങ് ഓക്കെ. ഇപ്പം ഞാനൊരു ഫ്യൂൽ സ്റ്റേഷൻ്റെ അടുത്തൊന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് നിർത്തിയതാണ്. ഒരു 5 minutes കഴിയുമ്പോഴത്തേക്കും ഞാനിവിടുന്ന് ജേർണി കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോൾ സ്റ്റേ ചെന്നിട്ട് ബാഗേജും കാര്യങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് രാത്രിയിൽ എന്തെങ്കിലും ഹാപ്പനിങ് ഉള്ള സ്ഥലമാണ് ഹംപിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട്. ഫ്രണ്ട്സ്, അപ്പം ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ ബൈക്കിൽ നിന്ന് എടുത്തു. ബൈക്ക് ഇവിടെ തൊട്ട് അവിടെ ഇരിപ്പുണ്ട്. എല്ലാം പഴയ പണ്ടുള്ള ടൈപ്പ് വീടുകളും കാര്യങ്ങളും ആൾക്കാരൊക്കെയാണ്. സോ നമുക്ക് ഈ ഒരു ഒറ്റ സ്റ്റെയർ കയറി തൊട്ടപ്പുറം വരെ പോയാൽ മതി. സോ ഫ്രണ്ട്സ്, ഈ സ്റ്റെപ്പ് കയറി അവിടെയായിട്ടാണ് എൻ്റെ റൂം. ലൈക്ക് ഇവിടുന്ന് നടന്നു പോകുമ്പോൾ കറക്റ്റ് ചെറിയൊരു വീതി മാത്രമേ ഉള്ളൂ. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് റൂംസ് ഉണ്ട് എന്താണേലും. അപ്പം നമ്മൾ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് നമ്മുടെ ടോപ്പ് ബോക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഹെൽമെറ്റൊക്കെ തിരിച്ച് എടുത്തു വെക്കാൻ വേറെ ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഇറങ്ങിയേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 2 minutes റൈഡേ ഉള്ളൂ. നിയർ ബൈ ആണെന്നാണ് ലൈക്ക് പ്രോപ്പർട്ടിയുടെ ഓണർ പറഞ്ഞത്. സോ ഹീ ഡിഡ് ആക്ച്വലി റെക്കമെൻഡ് എ പ്ലേസ് ടു ഹാവ് ലൈക്ക് ഡിന്നർ. ഇറ്റ്സ് കോൾഡ് ഹാപ്പി ഹംപി കഫേ. ഇതിൻ്റെ ഉള്ളിലെത്തി. ഇങ്ങനെ ഒരുപാട് സീറ്റിങ്സ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ടേബിളൊക്കെ ആയിട്ട്. ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഓർഡർ എടുക്കാൻ ഒരാൾ പോലും വന്നിട്ടില്ല. ആളിനെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനി 2 minute കൂടെ വേണമെന്നാണ് പറയുന്നത്. ഞാൻ എന്താണ് 2 minute കൊണ്ട് നോക്കും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത റെസ്റ്റോറൻറ്റിലും എല്ലാം പോകാനുള്ള പ്ലാനാണ്. എനിവേ ലെറ്റ്സ് സീ. ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പം ഹംപി കഫേയിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സോ ലൈക്ക് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംപിയിലുള്ള കുറച്ച് പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുക. പിന്നെ ഉള്ള മെയിൻ അട്രാക്ഷൻസൊക്കെ പറ്റുന്ന പോലെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ തിരിച്ച് റൂമിലേക്ക് വരാനുള്ള പ്ലാനാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് കയറി ഇവിടെ മേളിൽ ആയിരുന്നു. അവിടെ ക്ലീനിങ് നടക്കുകയെന്ന് പറഞ്ഞു. അതാണ് താഴെ ഇരുന്നത്. ഞാൻ ഇന്നലെ രാത്രിയിൽ ചെയിൻ ലൂബും ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഹെഡ് ടു ദ ടെമ്പിൾ. നമ്മൾ ഇന്നലെ രാത്രി ജസ്റ്റ് ഒരു റൈഡിനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പോയ റൂട്ട് തന്നെയാണ്. ഇവിടെ ഇന്നലെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു പഴയ കുറേ കെട്ടിടങ്ങളും എന്താ കണ്ടൊക്കെയുള്ളത്. മൈ ഗോഡ്, ഇവിടുത്തേക്ക് പാർക്കിംഗ് തന്നെ ഭയങ്കരമാണുള്ളത്. പിന്നെ ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് പാർക്ക് ചെയ്യണം എവിടെ പോയാലും. അത് മാത്രമേ ഒരു ടാസ്ക് ഉള്ളൂ. കാരണം വണ്ടി എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ബ്രോ, ഓക്കെ. അപ്പം ഈ കാണുന്നതാണ് വിരുപക്ഷ ടെമ്പിള്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു അന്തവും കുന്തവും ഇല്ലാതെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എനിവേ എവിടെ നോക്കിയാലും കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഇങ്ങനെ വിശാലമായിട്ട് പടർന്ന് കിടക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്. ഇതുവരെ ആരും ടിക്കറ്റൊന്നും ചോദിച്ചിട്ടില്ല. എനിവേ ലൈക്ക് മൊത്തം കല്ലിലുള്ള കൊത്തുപണികളൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഡോൾ എന്നൊക്കെ പറഞ്ഞ കൂട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഇല്ല, അതുപോലെ എന്തൊരു സാധനം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കും കേട്ടോ. ഇത് എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇത് ഇവിടെ ഇപ്പം എന്തൊരു കുളമൊക്കെ ഉണ്ട്. ഇത് കുളത്തിൻ്റെ ഇവിടെ ഒരു ആമയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ശിവലിംഗം കാണുന്നത്. അതിങ്ങനെ വെള്ളത്തിലാണ് ഇങ്ങനെ നിർത്തിയേക്കുന്നത്. എന്താണേലും കൊള്ളാം. നമ്മളിപ്പം കണ്ട ശിവലിംഗത്തിൻ്റെ അങ്ങോട്ട് ഉള്ള വെള്ളം ഇവിടെ കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് ആണ്. ഇതിലിങ്ങനെ പോയി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി അതാണെങ്കിൽ കൊള്ളാം കേട്ടോ. ഇവിടെ ബൈക്ക് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാനുള്ള പ്ലാനുണ്ട്. കാരണം ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാനും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇവിടെ ഇരുന്നിട്ട്. ഓൾമോസ്റ്റ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പം പ്രത്യേകിച്ച് അടുത്തൊന്നും കാണാനില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മാറിപ്പോകേണ്ടി വരും. സോ ഇന്നത്തെ ഡേ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചാർട്ട് ചെയ്യണം ഇനി. അതിനുശേഷം നമ്മുടെ നാളത്തെ ജേർണിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാനും ചെയ്യാനുണ്ട്. സോ ഇറ്റ്സ് ബീൻ ലൈക്ക് വെരി പീസ്ഫുൾ. ലൈക്ക് അതാണ് പറയുന്നത്, ഭയങ്കര സമാധാനകരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഹംപി തോന്നുന്നത്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ക്യൂൻ ബാത്ത് കാണാൻ പോവുകയാണ്. ഹംപിയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അട്രാക്ഷനിലൊന്നാണെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. സോ ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് മൊത്തത്തിൽ. ഇതൊരു ഫോർട്രസ് പോലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് മിക്കവാറും ലൈക്ക് വെള്ളമായിരിക്കുമല്ലോ കെട്ടി നിർത്തിയേക്കുന്നത്, അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി. കവാടമൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് സംഭവം. മെയിനായിട്ട് ഈ ഒരു കവാടങ്ങളുടെ പണിയാണ് കേട്ടോ ഭയങ്കര കാണാനായിട്ട് അടിപൊളി. ഇത് കണ്ടില്ല നിങ്ങൾ? ഈ കവാടങ്ങളുടെ പണി എന്താണേലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെയാണേലും ഭയങ്കര നൈസായിട്ടുണ്ട്. ഒട്ടും ക്രൗഡഡ് അല്ല കേട്ടോ. ലൈക്ക് ഒരു
രീതിയിൽ ടൂറിസ്റ്റുകൾ ഇടിച്ച് അങ്ങനെ ഒരു ഇത് ഞാനിവിടെ കണ്ടു. ഞാനിവിടെ ഇപ്പം തന്നെയാണ് നടക്കുന്നത്, ഇവിടെ വേറെ ആരുമില്ല. അപ്പം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഹംപി വന്നിട്ട് മൊത്തത്തിൽ. സോ എനിക്ക് ഇവിടെ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ പണികളാണ്. ഈ കവാടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഈ കവാടങ്ങളുടെ ഈ പണി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതുവരെയുള്ള റൈഡ്സും കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു കവർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമുക്ക് ഇനിയുള്ള റൈഡുകൾ കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. നമുക്കിനി ഇപ്പം ഹൈദരാബാദൊക്കെ കൂടി നാഗ്പൂർ ആ ഒരു റൂട്ടിലാണ് പോകേണ്ടത്. എനിക്ക് 5-ാം തീയതി ആകുമ്പോൾ ഡൽഹിയിലെത്തണം. ഇച്ചിരി അവസ്ഥയാണ് യാത്ര. ഉള്ള ചെളിയെല്ലാം ഫ്രണ്ടിൽ നിന്ന് അടിച്ച് എൻ്റെ ജാക്കറ്റ് എല്ലാത്തിലും ആയിട്ടുണ്ട്. ഹൈദരാബാദ് പോകുന്ന വഴിക്കാണ് ജസ്റ്റ് ഒരു ഇന്ത്യൻ ഓയിലിൽ പമ്പിലൊന്ന് നിർത്തി, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ നിർത്തു. മൊത്തം ചെറിയ ഈച്ചകളാണ് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹെൽമെറ്റ് എല്ലാം വൈസറെല്ലാം അടച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നോ പ്രോബ്ലം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എക്സ്പ്രസ് വഴി കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. ഹൈദരാബാദ് സിറ്റി എല്ലാം നല്ല കിടക്കാച്ചിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.